ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധം ഇനി മുന്നോട്ട് പോകുമോ, ഇതിനൊരു ഫ്യൂച്ചറുണ്ടോ, നെക്സ്റ്റ് എന്തായി തീരും, ഈ ഒരു ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. ഓവറോൾ എനർജി നോക്കാം. എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. 8 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ കാർഡ് ഒന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഫ്യൂച്ചർ എന്തായി തീരും. 3 ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എംപ്രസ് ആണ് അവരുടെ എനർജി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എംപ്രസ് ആണ്, 6 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ എനർജി ദി വേൾഡ് ആണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ ഒന്ന് നോക്കാം. സണ്ണാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആണ്, ഫുൾ കാർഡാണ്. കാർഡ് കൂടി എടുക്കാം. സ്റ്റാറാണ്. കിങ് ഓഫ് ഷോർട്സ് ആണ്. ഡെത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒറ്റൊരു കാർഡ് കൂടി എടുക്കാം. 7 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇയാളുടെ എനർജി കണ്ടോ, അതായത് എംപ്രസ് എനർജി, അതുപോലെ 6 ഓഫ് വാൺസ് എനർജി, അതുപോലെ കിങ് ഓഫ് കപ്സ് എനർജി, സ്റ്റാർ എനർജി. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വ്യക്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ നിങ്ങളെ അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാണ് ആൾ നിൽക്കുന്നത്. ഇപ്പോഴും ആൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്നാൽ ചെറിയൊരു സ്നേഹം ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് പോലെ ഫീൽ ചെയ്യാം കേട്ടോ. അതാണ് ഇയാളുടെ എനർജി. അതായത് ആൾക്ക് സ്റ്റാർ കാർഡാണ്. അതായത് ആര് കണ്ടാലും ഈ വ്യക്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ആര് കണ്ടാലും ആളെ അട്രാക്റ്റ് ചെയ്യും. അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് ആളുടെ സംസാരത്തിൽ. നിങ്ങൾക്ക് ഭയങ്കരം ഈ വ്യക്തിയോട് അഡിക്ഷൻ ഉണ്ടാവാം, ഒരുപാട് അട്രാക്റ്റ് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ അടുത്ത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ വ്യക്തിനെ മറ്റുള്ളവരും അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയാണ് ആ വ്യക്തിയുടെ എനർജി. ആൾ ഭയങ്കര കെയറിങ് ആണ്, സപ്പോർട്ടാണ്, മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരിയാണ്. എന്തും ചെയ്തു കൊടുക്കും, ഓടി ചെന്ന് എന്തും ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. ആർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളടുത്തായാലും ഇനി മറ്റുള്ളവരുടെ അടുത്തായാലും ഒക്കെ ആൾ ഒരു നല്ലൊരു ക്യൂട്ടാണ്. ആൾ ശരിക്കും പറഞ്ഞാൽ ആൾ ഭയങ്കര ക്യൂട്ട് എനർജിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത് ഇവിടെ. എനിക്ക് ആള് എന്തും നേടിയെടുക്കാനുള്ള ഒരു ധൈര്യശാലിയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. ആളെ സംസാരമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, മറ്റുള്ളവരെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ് തോന്നിപ്പിക്കും കേട്ടോ. ഇവിടെ സൗന്ദര്യമല്ല ഉദ്ദേശിക്കുന്നത്, ആളുടെ ചില സ്വഭാവത്തിലൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾക്കും അത്
ഫീൽ ചെയ്യുന്നുണ്ടാവും. ആളെ നിങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ആളുടെ സംസാരവും ആളുടെ ആ ഒരു നോട്ടം, ചിരി, ആളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ നിങ്ങൾക്കും വല്ലാത്തൊരു ഫീൽ അനുഭവപ്പെടുന്നുണ്ടാവും, ക്യൂട്ട്നെസ് തോന്നുന്നുണ്ടാവും നിങ്ങൾക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജിയിൽ നോക്കുമ്പോൾ ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലോകം മെയിനായിട്ട്. ഈ വ്യക്തിനെ കഴിച്ചിട്ടേ നിങ്ങൾക്ക് ബാക്കി എന്തും, ആളെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വേറെ എന്തും, നിങ്ങളുടെ ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി. കാരണം ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് വേണം. കാരണം നിങ്ങളുടെ വ്യക്തിയുടെ കോളായ, ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആൾ പെട്ടെന്ന് നിങ്ങൾക്ക് റീപ്ലൈ തരണം, പെട്ടെന്ന് വിളിക്കണം, പെട്ടെന്ന് നിങ്ങളെ എല്ലാം നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് വേണ്ട ഒരു സ്വഭാവക്കാരിയാണ്, അല്ലെങ്കിൽ സ്വഭാവക്കാരനാണ് നിങ്ങൾ. ആളെ വിളിച്ചാൽ പെട്ടെന്ന് ഫോൺ എടുക്കണം, നിങ്ങളോട് നല്ല പോലെ സംസാരിക്കണം, എല്ലാം നിങ്ങളെ മൈൻഡ് എങ്ങനെയാണെന്നറിയോ, എല്ലാം ക്ലിയറാണ്. അതായത് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലെല്ലാം വേണമെന്നുള്ള ഒരു മൈൻഡിലാണ് നിങ്ങളുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ക്ലാരിറ്റി വേണം, എല്ലാം ക്ലിയർ ആവണം. നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ ചെയ്യണേ അതിന് നിങ്ങൾ ക്ലിയർ ആയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അത്രത്തോളം നിങ്ങൾ അതിന് ഫോക്കസ് കൊടുത്ത്, അത്രത്തോളം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത്, അത്രത്തോളം നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആവാതെ നിങ്ങൾ സമാധാനം കിട്ടില്ല. അപ്പം അതുപോലെയാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കില്ല ആ സമയത്ത്. നിങ്ങൾക്ക് ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിയിലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുന്നത് വരെ നിങ്ങൾ വേറൊന്നും, അതായത് ഒന്നും നിങ്ങൾ ചിന്തിക്കില്ല. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. അങ്ങനെയുള്ള ഒരു മൈൻഡാണ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ് അത്. അങ്ങനെയുള്ള ഒരു മൈൻഡാണ് നിങ്ങളുടെ. അതുപോലെ തിരിച്ച് നിങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരിൽ നിന്നും നിങ്ങൾ എത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്നേഹം അവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും. അങ്ങനെയാണ് നിങ്ങളുടെ കാര്യമല്ല, നേരെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് അതുപോലെ നേരെ തന്നെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു സ്നേഹബന്ധത്തിൽ കുറേ തടസ്സങ്ങൾ വരാനിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾ അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞൊരു സമയമായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു എനർജിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ഓക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരുന്നു നിങ്ങളെങ്കിൽ, ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം, ഹാർട്ട് ബ്രേക്കിലൊക്കെ പെട്ടുപോയ ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥ നേരിടുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിലായാലും അത് അങ്ങനെ തന്നെയായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷേ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി ഇടപെട്ടതായിട്ട് കാണുന്നുണ്ട്. അത് ഇത്രയും നല്ല സ്നേഹത്തോടെ ഉണ്ടായ നിങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ കയറി വന്നിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബന്ധത്തിനെ തന്നെ തകർക്കാനായിട്ട്, നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജ് ആയിരിക്കാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിലായിരിക്കാം നിങ്ങളിപ്പോൾ കഴിയുന്നത്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അങ്ങനെ ആകുമെന്നും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരാം കേട്ടോ. ഈ കണക്ഷൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണം ഇതിൽ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ സമയം, ഈ ഒരു സമയത്തിൽ എന്താ പറയുക, ഇത്രയും സന്തോഷിക്കുന്ന ഈ ഒരു ടൈം നാളെ അത് വേദനയായിട്ട് മാറാം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സിറ്റുവേഷനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നേരിടുന്നുണ്ടാവാം. ഇവരിൽ നിന്നും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി, ഈ ഒരു വ്യക്തി ഇപ്പോൾ നമുക്ക് കാണാം മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതിന് 7 ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. ആളൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളടുത്ത്. ആളെന്തോ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ആൾക്ക് എന്തോ ഒരു ചീറ്റിംഗ് എനർജിയാണത് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വലിയൊരു ഇത് കാണുന്നില്ല. പഴയ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇപ്പോൾ കുറേ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ആളുടെ ആ ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ കുറേ ഒരു അവർ നിങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ആൾ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് ഇപ്പോൾ നിൽക്കാത്തതായിട്ട് കാണുന്നുണ്ട്. ആളൊരു ഓൺ ആൻഡ് ഓഫ്, വരും പോകും എന്നുള്ള എനർജി എന്ന് വെച്ച് തീർത്തും ആൾ നോ കോണ്ടാക്റ്റ് അല്ല കേട്ടോ. പക്ഷെ അങ്ങനെയും ആകാമെന്നും കാണുന്നുണ്ട് ഇതിൽ. തീർത്തും നോ കോണ്ടാക്റ്റിലേക്ക് ഈ ബന്ധം പോകും ഫ്യൂച്ചറിൽ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നീട് അത് ഫ്യൂച്ചറിൽ തീർത്തും നോ കോണ്ടാക്റ്റ് ആകാനുള്ള സാധ്യത ഈ ബന്ധം ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ അതിന് ഇതൊരു ഡെക്കാർഡാണ്. അപ്പോൾ ഇതൊരു കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂണാണ് സമയം. ഇത് മുന്നോട്ട് പോകും തോറും ഇത് എന്താ പറയുക, ഒരു ഡെത്താകാൻ, അതായത് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത് മാസ്റ്റർ ഡെക്കായിട്ട് വന്നതും അങ്ങനെ തന്നെയാണ്. 7 ഓഫ് ഷോർട്സ് ആണ്. ഒരു ചീറ്റിംഗ് എനർജിയിലേക്ക് ഈ ബന്ധം പോകാനുള്ള സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു വ്യക്തിയുടെ അഭാവമാണ്. നിങ്ങളെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ കടന്നു വന്നതാണ് മെയിൻ കാരണം. ഈ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ പറയുകയാണെങ്കിൽ ആൾ നിങ്ങളിലേക്ക് വരും, ഫ്യൂച്ചറിൽ നിങ്ങളെ കൂടെ ഉണ്ടാകും. അപ്പോഴും നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ വലിയൊരു വേദനയും നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് നിൽക്കുന്നത്. വരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, ആൾക്ക് അത്രത്തോളം ഒരു ആൾ നിങ്ങളെ കൂടെ വരുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും, എല്ലാം ഉണ്ടാവും. മാത്രം അത്ര തന്നെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകും. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ. ഇതാണ് കാണുന്നത്. അത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവാം, അതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ബന്ധം ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ്, നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പെട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അതായത് നിങ്ങളടുത്ത് കാണിച്ച അതേ സ്നേഹം ഇപ്പോൾ ആൾ തിരിച്ചെടുത്തതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വലിയൊരു ഇതിലേക്കല്ലാതെ, ഒരു ബ്രേക്കപ്പിലേക്കല്ല ഇത് പോകും. ഇല്ലെങ്കിൽ ഇതിനി പോകാൻ പോകുന്നു എന്നതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. ഇതാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു സ്നേഹബന്ധം അങ്ങനെയാണ് കാണുന്നത് കേട്ടോ ആളുടെ. കാരണം തേർഡ് പാർട്ടിയാണ് പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും ആകാതെ കൂടുതലും ആൾക്കാർക്ക് ഒരു വ്യക്തി തന്നെയാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയെ തട്ടി മാറ്റാനായിട്ട് ഒരു വ്യക്തി നിങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും അത് തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കും. ട്രസ്റ്റ് ഇഷ്യൂസ്, ബ്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഇത് ഫ്യൂച്ചറിൽ ബ്ലോക്ക് ആക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ആൾ ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തീർത്തൊഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ ബന്ധം നിങ്ങൾക്ക് പലപ്പോഴും ഫ്യൂച്ചറിൽ എന്താകും, ഇത് മാരേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ശല്യം നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. ഈ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാത്ത വിധത്തിലൊക്കെ നിൽക്കാനും സാധ്യതയുണ്ട്. ഈ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അത് മാരേജിലേക്ക് വരാം. ഇത് സൺ എനർജിയാണ്. ഇത് വിവാഹത്തിലേക്കെല്ലാം വരാൻ സാധ്യതയുള്ള ഒരു ബന്ധം തന്നെയാണ്. പക്ഷേ ഇവിടെ ഫ്യൂച്ചറിൽ അതൊരു ബ്രേക്കപ്പ് ആകാനും സാധ്യതയുണ്ട്. അതായത് ഈ ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ ആ തേർഡ് പാർട്ടി ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് വെച്ച് നിങ്ങളെ ഒഴിവാക്കുന്നില്ല ആൾ കേട്ടോ. അത് കാണുന്നുണ്ട്. ഇതിൽ ഒഴിവാക്കിയെന്നല്ല, ആളൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കും നിങ്ങളടുത്ത്. എന്നാൽ അവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങളിങ്ങനെ കൂടുതലും കൂടുതൽ അഡിക്റ്റ് ആവാതെ നോക്കുക. കാരണം ഈ വ്യക്തി അങ്ങനെ ഒരു ബന്ധം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ടിലും നിൽക്കുന്ന ഒരു എനർജിയിലാണ് ആളുള്ളത്. പിന്നീട് അതൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒരു മാരേജിലേക്ക് എത്തിയാൽ പിന്നീട് അതൊരു ദോഷമാവും. കാരണം ആൾക്ക് വേറൊരു തേർഡ് പാർട്ടിയും അതിനകത്ത് ഉണ്ടാവും. മനസ്സമാധാനം ഉണ്ടാവില്ല. എന്നാൽ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. എന്നിട്ടും ഈ തേർഡ് പാർട്ടിയുടെ ശല്യം കാരണം അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരാം, ഡിവോഴ്സിലേക്ക് വരാം. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഈ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നുമില്ല, എന്നാൽ ഒഴിവാക്കിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ സമയത്തൊരു. സത്യം പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും ആ സമയത്ത്. നിങ്ങൾക്കായാലും നിങ്ങളുടെ വ്യക്തിയായാലും ഈ വ്യക്തി കാരണം അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി കാരണം ഇതിൽ ഹാപ്പിനെസ്സിലേക്ക് വരുംതോറും നിങ്ങൾക്ക് അവിടെയും തടസ്സങ്ങളായിട്ട് കാണുന്നുണ്ട് ഇതിൽ കേട്ടോ. മാരേജ് ചിലപ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും മാരേജ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ തേർഡ് പാർട്ടിയുടെ ശല്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും പോകുന്നത്.
അപ്പോൾ എങ്ങനെയായാലും ശരി, ഇപ്പോൾ ഇത് ഈ കാണുന്ന ഇത് എന്താ പറയുക, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരുണ്ടാവാം, അതുപോലെ ലവേഴ്സിന് കാണാം, ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും. എങ്ങനെയായാലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വ്യക്തി നിങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടാവാം, ഈ ഒരു പ്രശ്നത്തിലായിരിക്കും ഇപ്പോൾ നിങ്ങളുള്ളത്, അതും ഇവിടെ കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം, പത്തനംതിട്ട, ലെറ്റർ ഇ ആണ്, 40 നമ്പർ, പിങ്ക് കളർ. ലെറ്റർ ഡി ആണ്, ഡി 11 കാണുന്നുണ്ടാകാം. അനിഴം, ലെറ്റർ എം, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം, കോട്ടയം. ഒക്ടോബർ, ഗ്രീൻ കളർ, ഊരുരുട്ടാതി, ടൈലറിങ്. മാർച്ച് മാസം, നവംബർ, മാരേജ് നടക്കും, പക്ഷെ ശ്രദ്ധിക്കുക, വേറെ തേർഡ് പാർട്ടിയുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡ്രൈവർ, തൃക്കേട്ട, എക്സ് ആണ്, ജൂലൈ മാസം, തിരുവാതിര, ജെ ആണ്, ലെറ്റർ ജെ, മൂലം, രോഹിണി, 29, 26, 12, ഡിസംബർ 1 എന്ന് എഴുതിയിട്ടുണ്ട്, 15. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കണ്ട് നിങ്ങൾ വിഷമിക്കരുത്, കാരണം ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. റീഡിങ് ഇതെന്ന് പറഞ്ഞാൽ ജനറലാണ്, ഒരുപാട് പേരുടെ എനർജി ഇതിനകത്ത് ഉണ്ടാവാം. അത് എല്ലാം നിങ്ങളുടേതാണെന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങളതൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ അതിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അല്ല വെറുതെ കിടന്ന് വിഷമിക്കേണ്ട. ഈ ഒരു റീഡിങ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തല പുകഞ്ഞ് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയാൻ കാരണം കേട്ടോ. ഇതൊരു ജനറലാണ്, ഒരുപാട് പേരുടെ മെസ്സേജ് ആയിരിക്കും, എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ആരുടെയൊക്കെയോ എനർജീസ് ആയിരിക്കും ഇത് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം നിങ്ങൾ എടുത്താൽ മതി, എല്ലാ കാര്യവും നിങ്ങൾ എടുക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കണക്റ്റ് ആയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്